പണ്ട് വലിച്ചെറിഞ്ഞ ചിരട്ടയ്ക്കും നല്ല കാലം. ഇപ്പോൾ വില കുതിച്ചു കയറുകയാണ്. ഇപ്പോൾ ചിരട്ട കിട്ടാനില്ല. ചിരട്ടയ്ക്ക് ഇപ്പോൾ ക്ഷാമമാണ്. തേങ്ങയ്ക്ക് വില കുറഞ്ഞിട്ടും ചിരട്ടയ്ക്ക് വില കുറയുന്നില്ല. വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് പച്ചത്തേങ്ങയുടെ വില കുത്തനെ ഇടിയുമ്പോഴും ചിരട്ടയുടെ വില കുതിച്ചുയരുന്നു. മലയോരത്ത് ഇപ്പോൾ 1 കിലോ ചിരട്ടയ്ക്ക് 35 രൂപ വരെയും വില ലഭിക്കുന്നുണ്ട്. തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടേറെ ആളുകളാണ് ചിരട്ട ശേഖരിക്കാൻ വാഹനങ്ങളുമായി മലയോര മേഖലയിലെ വീടുകളിൽ എത്തുന്നത്. ആക്ടിവേറ്റഡ് കാർബൺ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പെയിൻറ് എന്നിവ നിർമ്മിക്കുന്നതിനും വെള്ളം ശുദ്ധീകരിക്കുന്നതിനും ചിരട്ടക്കരി വൻതോതിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെയാണ് വില ഉയരാൻ തുടങ്ങിയത്. ഇതിനിടെ പച്ചത്തേങ്ങയുടെ വില ദിവസം ചെല്ലുന്തോറും കുറയുന്നത് കേര കർഷകരെ ദുരിതത്തിലാക്കുന്നു. നേരത്തെ കേരഫെഡിൽ നിന്നും 1 കിലോ പച്ചത്തേങ്ങയ്ക്ക് 78 രൂപ വരെയും ലഭിച്ചിരുന്നു. ഇപ്പോൾ 43 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. പൊതുവിപണികളിൽ 1 കിലോ പച്ചത്തേങ്ങയ്ക്ക് 38 രൂപയാണ് കർഷകന് ലഭിക്കുന്നത്. കേരളത്തിൽ നിന്ന് ശേഖരിക്കുന്ന ചിരട്ട തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വ്യവസായശാലകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ചിരട്ടയ്ക്ക് ആവശ്യക്കാർ ഏറെയുണ്ടെങ്കിലും പച്ചത്തേങ്ങ വിൽക്കുന്ന കർഷകന് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നില്ല. കൊപ്രയാക്കാനുള്ള സംവിധാനം ഇല്ലാത്തതും കാലാവസ്ഥാ വ്യതിയാനം മൂലം ഒട്ടുമിക്ക കർഷകരും പച്ചത്തേങ്ങ തന്നെ വിൽക്കുകയാണ് ചെയ്യുന്നത്. പച്ചത്തേങ്ങയായിട്ട് കൊടുക്കുമ്പോൾ ചിരട്ട കിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കൊപ്രയാട്ടി വെളിച്ചെണ്ണയാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഈ ചിരട്ടയ്ക്കും അധിക വില കിട്ടും. അപ്പോൾ അങ്ങനെ ആണ് എല്ലാവരും മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത്. കൊപ്രയാക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചിരട്ടയും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഇരട്ടി ലാഭമാണെന്ന് കർഷകർ പറയുന്നു. അപ്പോൾ ചിരട്ടയിൽ നിന്നും ക്യാഷ് കിട്ടും, കൊപ്രയിൽ നിന്നും കിട്ടും.